ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ആയാലോ? അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജ് ഡിഷാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. മട്ടൻ്റെ ലിവറും ഹാർട്ടും കഷ്ണങ്ങളാക്കിയത് വരട്ടിയെടുത്താണ്. നല്ല പെപ്പർ പൊടി കൂടുതൽ ചേർത്ത് നല്ല എരിവോടെ നന്നായിട്ട് വരട്ടി ചാറില്ല കുറുക്കിയെടുത്ത് വരട്ടിയെടുത്ത ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമേ മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പില, അതിൽ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. ആദ്യമേ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ച് അതും കൂടി ചേർക്കുക. അരയ്ക്കാൻ പാടില്ല, ചതച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. അതിൽ കല്ലുപ്പ് കുറച്ച് ചേർത്താൽ മതി, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് വഴറ്റി അതിൻ്റെ കൂടെ പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തത്. നമ്മൾ കൂടുതലും പെപ്പർ പൊടിയാണ് ഇതിൽ ചേർക്കേണ്ടത്. അത് ലാസ്റ്റ് ചേർക്കുള്ളൂ. ഇപ്പം കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പൊടികളൊക്കെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴുകി വൃത്തിയാക്കിയ മട്ടൻ്റെ ലിവറും ഹാർട്ടും കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അത് 1 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ നമ്മൾ ഈ വഴറ്റിയ മസാലയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതിയാവും, വെള്ളം ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് ആ മസാല എല്ലാ ഇതിലും പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ ഇത് മാറ്റാം. ഈ മസാലയും ഇറച്ചി കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ മുഴുവനായിട്ട് മാറ്റി 1/2 ഗ്ലാസ് വെള്ളം മാത്രം ചേർക്കുക. ഇപ്പം മിക്സിയിൽ ഞാൻ വെളുത്തുള്ളി ഈ ഉള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞാൽ മിക്സി ജാറ് കഴുകി നമ്മൾ ഒട്ടും ഒരു മസാലയും വേസ്റ്റ് ആക്കണില്ല. ഇപ്പോൾ മിക്സി ജാറിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം മാത്രം കഴുകി ആ വെള്ളം ഈ കുക്കറിൽ ചേർക്കുക. ഇതിൽ ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ കല്ലുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അധികം ഉപ്പ് ചേർക്കാൻ പാടില്ല. ചേർത്താൽ ഇത് വേവാൻ താമസം ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കഷ്ണങ്ങളെല്ലാം ഇതിൽ കുക്കറിൽ ചേർത്തു. അപ്പോൾ മിക്സി ജാർ കഴുകിയ വെള്ളം 1/2 ഗ്ലാസ് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് ഞാൻ നേരത്തെ മട്ടൻ ബിരിയാണി ഡിഷിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാസ്റ്റ് ഫ്ലെയിമിൽ നമ്മൾ 3 വിസിൽ വരണം. പിന്നെ ഏറ്റവും ലോവാക്കി 4 വിസിൽ കൊടുക്കണം. ഞാൻ ഇതിനൊരു ലോവാക്കി കഴിഞ്ഞ് ഒരു 6 വിസിൽ കൊടുത്തു. അപ്പോൾ നന്നായിട്ട് വേവുള്ളതാണ്. ഈ മട്ടൻ ഇറച്ചിനേക്കാളും കൂടുതൽ ഇതിന് വേവുള്ളതാണ്, ഹാർട്ടിനും ലിവറിനൊക്കെ. അപ്പം അതുപോലെ കുക്കറിൽ അത്രയും ഞാൻ വിസിൽ കൊടുത്തു. ആദ്യം നമ്മൾ ഫാസ്റ്റ് ഫ്ലെയിമിൽ 3 വിസിൽ കൊടുക്കുക, പിന്നെ ഏറ്റവും സ്ലോ ആക്കി വെക്കുക, എന്നിട്ട് ഒരു 6 വിസിൽ കൊടുത്തു. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ആ വിസിലെല്ലാം ഗ്യാസെല്ലാം കുക്കറിലുള്ള എല്ലാം ഗ്യാസും മുഴുവനായിട്ട് പോയി കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ തുറന്ന് ഞാൻ പിന്നെ മൺചട്ടിയിലേക്ക് മാറ്റി നന്നായിട്ട് വെന്ത് കിട്ടി. ഇപ്പോൾ കറിലും ലിവറൊക്കെ വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ വെന്ത് കഴിഞ്ഞ് മൺചട്ടിയിലേക്ക് മാറ്റി. ഞാൻ ഇതിന് നേരത്തെ അധികം ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇപ്പോൾ ആവശ്യമുള്ള കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് കുറച്ച് മസാലപ്പൊടി 1 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ ചാറ് കുറുകി വരണം. നമ്മൾ അതിലുള്ള ഗ്രേവി നന്നായിട്ട് കുറുകി വരണം. പിന്നെ തേങ്ങ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ചാറൊക്കെ കുറുകി കഴിയുമ്പോൾ കുറച്ച് പെപ്പർ പൊടിയും കൂടി ചേർത്തു. 1 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ചേർക്കണം. ഇതിന് കൂടുതലും കുരുമുളക് പൊടിയാണ് ആവശ്യം. ചേർത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വിതറി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. നന്നായിട്ട് ചാറ് കുറുകി ഇറക്കണതിന് മുമ്പാണ് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചേർക്കേണ്ടത്. ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് ഇറക്കാം.
ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ മട്ടൻ്റെ ലിവറും ഹാർട്ടും കൂടിയുള്ള കറി പുരട്ടിയത്? അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കുക. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് ചാറോടെ അങ്ങനെ എടുക്കാം. പക്ഷെ ചാറൊക്കെ കുറുക്കി നന്നായിട്ട് വരട്ടിയെടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിനധികം മുളക് പൊടി ചേർക്കാൻ പാടില്ല, കുരുമുളക് പൊടിയാണ് ടേസ്റ്റ്. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നുണ്ട്. ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. എല്ലാം കൂടി എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കാം അടുപ്പിൽ നിന്ന്. ഇപ്പം ഡിഷ് റെഡിയായി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ഇഷ്ടമായ ഇതേപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സവാള ഇതിൽ ചേർക്കാൻ പാടില്ല. സവാളയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ആവശ്യമില്ല അതൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ ഞാൻ ചേർത്ത സാധനങ്ങൾ മാത്രം ചേർത്താൽ മതിയാവും. അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇതുപോലെ മൺചട്ടിയിൽ ഈ ഡിഷ് ഇങ്ങനെ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മൺചട്ടിയുടെ ഒക്കെ അതിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇറക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലും ഈ മൺചട്ടിയുടെ ചൂട് നമ്മൾ ഇറക്കി അടുപ്പ് ഓഫായി കഴിഞ്ഞാലും അത് തിളച്ചുകൊണ്ടേയിരിക്കും. മൺചട്ടി കട്ടിയായതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലും അത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഗ്രേവിയും നന്നായിട്ട് വരണ്ടിരിക്കും. ഇപ്പം ഞാൻ നന്നായിട്ട് വരട്ടിയാണ് എടുത്തത്. ഇച്ചിരി ഗ്രേവി പൊതിഞ്ഞിരിക്കണം. ഈ കഷ്ണങ്ങളിൽ നന്നായിട്ട് കുറച്ച് ഗ്രേവി മസാലയൊക്കെ പൊതിഞ്ഞിരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പെപ്പർ പൊടി കൂടുതൽ ചേർക്കാം. ഞാൻ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്തുള്ളൂ. വേറെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊന്നും ചേർത്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ചേർക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഗരം മസാല കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ 1 ടീസ്പൂണ് ചേർത്തുള്ളൂ. ഞങ്ങൾക്ക് മസാല കുറച്ച് മതിയാവും, അതുകൊണ്ടാണ്. എരിവ് കൂടുതൽ വേണ്ടവർ നമ്മൾ പെപ്പർ പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. മുളക് പൊടി ആദ്യം വേവിക്കണതിന് മുമ്പ് 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. അതുപോലെ ഉപ്പ് ആദ്യമേ 1/4 ടീസ്പൂൺ മാത്രം ചേർക്കാൻ പാടുള്ളൂ. എന്നാലാണ് പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റുന്നത്. ഉപ്പ് കൂടുതൽ നിങ്ങൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ആദ്യമേ ചേർത്താൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ആദ്യം ഉപ്പ് ചേർത്തത്. നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരട്ടിയെടുക്കണ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതിയിടണേ. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ ഡിഷ് ഇതിലിടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ലിവറും ഹാർട്ടും വരട്ടിയത്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റാണിത്. ഞാൻ അടുപ്പ് ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൺചട്ടി ആയതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.